ജിയോഗ്രഫിയാണ്. ആണോ? എർത്തിൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ ജിയോഗ്രഫി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പഠിക്കണ്ട? ബോട്ടണിയും സുവോളജി ഒന്നും പഠിക്കണ്ട. അതിനൊക്കെ തരംതിരിച്ച് പഠിക്കുന്നതാണ് ബോട്ടണിയും സുവോളജിയും. അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണും? സെല്ലുകളൊക്കെ കാണും. അത് ബയോളജിയിലൊക്കെ സുവോളജിയിലായാലും ബോട്ടണിയിലായാലും പഠിക്കുന്നത് അവിടെയാണ്. പിന്നെയും ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? ആറ്റത്തിലെത്തും. ആറ്റത്തിലെത്തുമ്പോൾ ആരാ പഠിക്കുക? കെമിസ്ട്രി. അപ്പോൾ പുറത്തു നിന്ന് നോക്കുന്നവരാണ് സുവോളജിയും ബോട്ടണിയുംകാർ, അകത്ത് കയറി നോക്കുന്നവരാണ് കെമിസ്ട്രിക്കാർ. അതിൻ്റെയും അകത്ത് കയറി കാണുമ്പോൾ പിന്നെ ന്യൂക്ലിയസ് കാണും, ഇലക്ട്രോൺസ് കാണും, പ്രോട്ടോൺസ് ഒക്കെ കാണും. അത് ആരുടെ കയ്യിലാണ്? ഫിസിക്സുകാരനെ. അപ്പോൾ പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഫിസിക്സായി. ഈ വിഷയങ്ങളൊക്കെ വല്ല വ്യത്യാസമുണ്ടോ? അവിടെ എന്ത് എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്ററിക്കാർ. ആണോ? എന്ത് ഇഷ്ടമാണെന്ന്. ഇതൊന്നും പഠിക്കാത്തവരാണ് മാത്തമാറ്റിക്സുകാർ. കൊമേഴ്സോ എവിടെ എന്ത് എക്സ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് ചെയ്യാം എന്ന് പഠിക്കുക. അവിടെ എന്ത് വളരുന്നു? പുല്ലാണ് വളരുന്നത്. പുല്ലാണെങ്കിൽ അവിടെ എന്താണ് കൃഷി ചെയ്യാൻ പറ്റുക? ആടിനെ കൃഷി ചെയ്യാം. അപ്പോൾ അവിടുന്ന് എന്ത് എക്സ്പോർട്ട് ചെയ്യാം? കമ്പിളി വസ്ത്രം എക്സ്പോർട്ട് ചെയ്യാം. അവിടെ കൊമേഴ്സ് എന്താണ്? കമ്പിളി എക്സ്പോർട്ടാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇതൊക്കെ വിൽക്കണമെങ്കിൽ കാശ് വേണ്ടേ? കാശ് കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കണ്ടേ? യു നോ ഹൗ ദ ലാംഗ്വേജ് ഇംപ്രൂവ്സ്? ദ ലാംഗ്വേജ് കംസ് ഫ്രം പ്രോഡക്ട്സ്. കൊമേഴ്സ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, കൊമേഴ്സ്, ഇംഗ്ലീഷ്, ഏത് വിഷയം എടുത്താലും അതിനകത്തൊക്കെയുള്ള ടെക്നിക്കൽ വേർഡ്സ് നോക്കിയാൽ എല്ലാം ടഫായിട്ടുള്ള വേർഡ്സാണ്. ആ വേർഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാർക്ക് ആ വേർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളത് ലാറ്റിനും പിന്നെന്താണ്? നോ, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. അതുകൊണ്ടാണ് നമുക്ക് അറിയാത്ത വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ. അല്ലേ? അപ്പോൾ അറിയാത്ത കാര്യങ്ങളൊക്കെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആണെന്ന് പറയാം. അപ്പോൾ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആണ് എല്ലാ ടെക്നിക്കൽ ടേംസിൻ്റെയും സ്റ്റാർട്ടിങ്, എക്സെപ്റ്റ് വൺ. അത് വന്നതിന് ശേഷം ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ലോകത്തെ രാഷ്ട്രമാണ് അമേരിക്ക. അതേതാണ് എന്ന് പറയൂ ആ ടെക്നോളജി? ആ കുട്ടികളോട് ഇപ്പോൾ ക്ലാസ് എടുത്തിട്ടാണ് വരണം ഞാൻ, കമ്പ്യൂട്ടർ സയൻസ്. അതുകൊണ്ട് തന്നെ അതിനകത്തെ ലാംഗ്വേജ് മഹാമോശം ലാംഗ്വേജാണ്. ഏറ്റവും മോശം ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ. ബൂട്ട് ദ സിസ്റ്റം, കിൽ ദ പ്രോസസ്. ആരെങ്കിലും പറയൂ ഇങ്ങനെ? മർഡർ ദ പ്രോസസ് ഒന്നും പറയാത്തത് ഭാഗ്യം അല്ലേ? ഡിലീറ്റ് ഇറ്റ്, സ്റ്റാർട്ട് ഇറ്റ്, അങ്ങനെയൊന്നും പറയില്ല. വേറെ ഏതെങ്കിലും വിഷയത്തിൽ കാണാൻ പറ്റുമോ? മെക്കാനിക്സിൽ പറ്റില്ല, സിവിൽ എഞ്ചിനീയറിംഗിൽ പറ്റില്ല, ഇലക്ട്രിക്കലിൽ കാണില്ല, ഇലക്ട്രോണിക്സിൽ കാണില്ല, കൊമേഴ്സിൽ കാണില്ല. ഇത്തരം നാസ്റ്റി വേർഡ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ യങ്ങസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ഹിപ്പികളൊക്കെ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള യങ്ങസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ഏതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? കമ്പ്യൂട്ടർ സയൻസ്. ബിക്കോസ് കമ്പ്യൂട്ടർ സയൻസ് ഈസ് ഡെവലപ്ഡ് ബൈ അമേരിക്കൻസ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷ് ഈസ് ബാഡ്. This is not recognized as a word. അങ്ങനെ പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ റിസർച്ച് എന്താണെന്ന് അറിയോ? The English Conference on Higher Education, English Education, Higher Education in Kerala. There was a British group of professors from Britain. There was English professors from America, and there was one Nair who is from Calicut who taught Britishers better business English. നമ്മൾ ശരിക്കും ഇംഗ്ലീഷ് പറയേ വേണം. എന്ത് വേണം? നമുക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് നമ്മൾ പറയണം. Education is for communication, so people must understand. And literature is not useful at all. Literature പഠിച്ചിട്ട് ഒരു കാര്യമില്ല. മലയാളം കോപ്പി ഇവിടെ കാണാം. സോളിറ്ററി പേപ്പർ, പിന്നെ അതിന്റെ മലയാളം എന്താ പറയുക? പേരറിയാത്തൊരു പെട്ടിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ. അല്ലേ? Behold her single in the field, yon solitary held and last ringing and singing, reaping and singing by herself. ഞാൻ പഠിക്കുന്ന സമയത്ത് I had Macbeth as my textbook, and within 2 months of my second year I translated Macbeth into Malayalam. Right? So I'm a better English student than mathematics sometimes, and I love English more than this. Here I will appreciate, but still however nonetheless line കിടന്നു line ശരിക്കും പഠിക്കണം. And my English poetry book is wonderful, very good. Chemistry, I have given that. And English book, Malayalam poetry book, Malayalam poetry book, because writing English poetry is much simpler than
writing Malayalam poet. And I am also a good Malayalam poet. Home science കഴിഞ്ഞു ശരിക്കും കഴിഞ്ഞു. അപ്പോൾ home science താൻ കഴിച്ചു. When I say I am a mathematics student, right? Generally mathematics people are very bad in English. ആണോ അല്ലേ? നിങ്ങളുടെ ക്ലാസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂമറേറ്ററിലാണെന്നൊക്കെ പറയാം. എവിടെയാണ് പോകുന്നത്? ഞാൻ ഡിനോമിനേറ്റർ പോയി. But does it reflect in my language in English? Either in Malayalam? No. And you have joined in one course. Does it mean this is curriculum? A history person also should know physics. History of physics. കുറച്ചെങ്കിലും അറിയണ്ടേ? എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എൻ്റെ ഉള്ളിൽ പ്രകാശം തന്നെയാണ്. നിങ്ങളുടെ പ്രയർ സോങ്ങിലും അതായിരുന്നു. ബൈ ഹാർട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെയാണ് പഠിക്കേണ്ടത്? ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത്. റൈറ്റ്? പൂർണ്ണേ മനസി സമ്പൂർണം. ജഗത് സർവം സുധാദ്രവൈഹി. ഉപാന ഗൂഢപാദസ്യ നനു ചർമാസ്ത്രുതൈവ ബുഭുഃ. പൂർണ്ണേ മനസി സമ്പൂർണം. നോക്കണോ വേണ്ടോ? യു വാണ്ട് ടു ട്രൈ? യാ, ട്രൈ. പൂർണ്ണേ മനസി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി. എങ്ങനെയാണോ നമ്മുടെ ഉള്ളിലുള്ളത് അതുപോലെയാണ് നമ്മൾ പുറത്ത് കാണുക. പൂർണ്ണേ മനസി സമ്പൂർണം. പൂർണ്ണമായിട്ടും മനസ്സിലുള്ളതാണ് പുറത്തും കാണുക. നമ്മൾ ഹാപ്പി ആണെങ്കിൽ പോണടുത്തൊക്കെ ഹാപ്പിനെസ് കാണും, ഇല്ലേ? നമ്മൾ ദുഃഖത്തിലാണെങ്കിലോ പോണടുത്തൊക്കെ ദുഃഖം കാണും. ആലപ്പുഴ റോഡൊക്കെ എന്ത് മോശം റോഡാ, ഇല്ലേ? ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. ഉഷ വെങ്കടേഷ് ഫൗണ്ടേഷൻ്റെ ഡയറക്ടർ ഉഷയുടെ കാറ് ഞാനല്ല ഓടിക്കണത്. ജമ്പ് ചെയ്തപ്പോൾ എനിക്കെന്താ കുഴപ്പം? ഉണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ കാറല്ലല്ലോ. പിന്നെയോ, നിങ്ങൾ 150 ഉറുപ്പ്യൊക്കെ കൊടുക്കില്ലേ ചില ഈ മ്യൂസിയത്തിലൊക്കെ പോയി ഇങ്ങനെ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലേ? പാർക്കിലൊക്കെ പോയാൽ ഇത് കാശില്ലാണ്ട് ജമ്പും ആവും, പോകേണ്ടടുത്തേക്ക് എത്തുകയും ചെയ്യും. ഇറ്റ്സ് ഗുഡ്, നോ? ഇപ്പം നിങ്ങളൊരു ട്രിപ്പിന് പോകാമെന്ന് വിചാരിക്കാം. ബസ് നല്ല പോലെ ഇങ്ങനെ ജമ്പൊക്കെ ചെയ്യാന്നിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? വിസിലടിക്കോ ഇല്ലയോ? ഇല്ലേ? യു വിൽ എൻജോയ്, റൈറ്റ്? പക്ഷെ നിങ്ങൾക്ക് ഒരാൾക്ക് ബാക്ക് പെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. എന്ത് ചെയ്യും? നായിക്കൊണ്ടിരിക്കും, ഇല്ലേ? അപ്പോൾ റോഡ് മോശമായത് കൊണ്ടാണോ നിങ്ങളുടെ ബാക്ക് പെയിൻ ചെയ്യണത്, അല്ല നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ടാണോ? ബാക്ക് പെയിൻ ഇല്ലെങ്കിലോ യു വിൽ എൻജോയ്. പൂർണ്ണേ മനസി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ. ഇപ്പം ഞാൻ ഇവിടെ വരണമെങ്കിൽ റെഡ് കാർപ്പറ്റ് വേണം, അല്ലെങ്കിൽ ലെതർ കാർപ്പറ്റ് വേണം. ലെതർ കാർപ്പറ്റുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ നടക്കുള്ളൂ. എന്തു പറയും ഡോക്ടർ സുലീന? ഇയാളെ കൊണ്ടുവന്നാൽ ശരിയാവില്ല, കാരണം എല്ലായിടത്തും ലെതർ കാർപ്പറ്റ് വേണം, പറയില്ലേ? ഡോക്ടർ വസിഷ്ഠൻ ആരെ ചികിത്സിച്ച ഡോക്ടറാണെന്നറിയോ? ശ്രീരാമന് കുറച്ച് സൈക്കിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അയാൾ +2 കഴിഞ്ഞപ്പോൾ. +2 കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ഒരു പ്രോബ്ലം. എന്താ അറിയോ? എൻ്റെ അച്ഛനും അമ്മയും തീരെ ശരിയല്ല എന്ന് പറയും. അവർക്ക് ലോക വിവരമൊന്നുമില്ല, അവർക്ക് ഗാലക്സി ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. പണ്ടൊക്കെ ഇങ്ങനെയാ ചെയ്യുക, ഇപ്പം ഇങ്ങനെയാ ചെയ്യേണ്ടത്, അതൊന്നും അറിയില്ല അവർക്ക്. അവരിപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ, ഇല്ലേ? ദേ ആർ നോട്ട് അപ്ഡേറ്റഡ്. അങ്ങനെ തോന്നാറില്ലേ? ഇല്ല, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. ചെറുപ്പത്തിൽ ചോദിക്കുക, നിങ്ങളൊരു 3-4 വയസ്സുള്ളപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനാരാണ്? അച്ഛൻ എന്ന് പറയും, ഇല്ലേ? സ്കൂൾസിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞാലോ KG ടീച്ചറാണ് ഏറ്റവും ലോകത്തിലെ നല്ല വിവരമുള്ള ആൾ. ഇപ്പം നിങ്ങളിൽ എത്ര പേർക്ക് ടീച്ചർമാരാവണം എന്ന് പറഞ്ഞാലോ ഏയ് വേണ്ടാന്ന് പറയും. കാരണം എന്താ പറയത്തില്ല. ഓക്കെ, വളരെ ചില ആൾക്കാരൊക്കെ കാണാം എങ്ങനെ മോശം ടീച്ചറെ കണ്ടവരിക്കാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും, ഇപ്പം എനിക്കും ആവാലോ എന്ന് ആ ധൈര്യത്തിലാണ് പറയുക. കുറച്ചുകൂടി വലുതാവുമ്പോൾ പിന്നെ തോന്നുന്നതാണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും അല്ലെങ്കിൽ യങ്ങസ്റ്റേഴ്സും അല്ലെങ്കിൽ പാരൻസും ഒന്നും കൊള്ളില്ല, ജീവിതം ആകെ മടുത്തു, വിഷമിച്ചു, രക്ഷയില്ല, ഒരു ലക്ഷ്യമില്ല, ആകെ ഡിപ്രസ്ഡ് ആവും. കുറേ പേരെ കാണാം. അത് ഏറ്റവും കൂടുതലുള്ള പ്രോബ്ലം ഉള്ളത് നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ്. ഫിസിക്കലി അപ്സെറ്റ്, ഇമോഷണലി അപ്സെറ്റ്, യെസ് ഓർ നോ? ഇൻ്റലക്ച്വലി അപ്സെറ്റ്. ഒരു കോഴ്സ് എടുക്കുമ്പോൾ തോന്നും ഇതാണോ വേണ്ടത്, എന്തേ ഇവിടെ ചേർന്ന് വെച്ചാൽ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണെന്ന്, അല്ലേ? എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ചോദിച്ചാൽ അവർ പറയും എത്ര പേര് മെഡിസിന് കിട്ടാത്തത് കൊണ്ട് എഞ്ചിനീയറിങ്ങിന് ചേർന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. അടുത്ത കാലത്ത് 700 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ.
അതിൽ 50-ലധികം കുട്ടികൾ കൈപൊക്കിയിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് മെഡിസിൻ കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ചേർന്നത്. ദേ ആർ ഓൾസോ അപ്സെറ്റ്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അപ്സെറ്റാണ്. സോ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മനസ്സ് കൊണ്ട് നടക്കുന്നത് അതുപോലെയാണ് നമ്മളെല്ലാം കാണുക. ഇങ്ങനെ രാമനും അസുഖം പറ്റിയ സമയത്ത് അച്ഛൻ വിളിച്ചിട്ട് ഒരാൾക്ക് കൗൺസിലിങ്ങിന് പറഞ്ഞു വെച്ചു. അയാളാണ് വസിഷ്ഠൻ. വസിഷ്ഠൻ ചൊല്ലിക്കൊടുത്ത മന്ത്രാണിത്. നിങ്ങൾക്ക് എല്ലായിടത്തും കാർപ്പറ്റ് വേണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഒരു ലെതർ കാർപ്പറ്റ് എല്ലായിടത്തും ഇടാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലെതർ ചപ്പലിട്ട് നടന്നാൽ മതി. നടക്കുന്നിടത്തൊക്കെ ലെതർ കാർപ്പറ്റ് പോലെ തോന്നും, ഇല്ലേ? സോ ക്യാരി ഹാപ്പിനെസ് ഇൻ യു സോ ദാറ്റ് വേറെവർ യു ഗോ യു വിൽ സീ ഹാപ്പിനെസ്. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. പൂർണ്ണേ മനസ്സി സമ്പൂർണം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനു ചർമ്മ സ്ത്രുതൈവ ബുഹു. ബുഹു എന്ന് പറഞ്ഞാൽ ഭൂമി. ഭൂമിയുടെ മുകളിൽ ചർമ്മം ഇട്ടതുപോലെ ലെതർ നിങ്ങൾക്ക് കൊണ്ട് നടക്കുന്നിടത്തൊക്കെ ഉള്ളതായിട്ട് തോന്നും. റൈറ്റ്? ഇപ്പം ചൊല്ലാൻ പറ്റും. പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാദസ്യ നനു ചർമ്മ സ്ത്രുതൈവ ബുവുഹു. എൻ്റെ 500 രൂപ പോയിരുന്നു. ഇവിടെ ഇവിടെ ജഗത് സർവം ഉപയോഗിക്കേണ്ട കുട്ടിയെ സുധാദ്രവൈഹി ഉപാന തലയിലുള്ള ബുദ്ധി താഴത്തേക്ക് വരാനാണ്. ഉപാന ഗൂഢപാദസ്യ നനു ചർമ്മ. ആർക്കെങ്കിലും നനു ചർമ്മ സ്ത്രുതൈവ ബുവുഹു. 500 രൂപ പോയി, എനിക്ക് ലാഭമായി. നിങ്ങൾ കേരള കോഫി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മമ്മൂട്ടി ട്രാവൽ ചെയ്യുന്നുണ്ട്, ശ്രീനിവാസും ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇല്ലേ? അവർ രണ്ടാലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി വളരെ അരഗൻ്റായിട്ട് പെരുമാറും. അവസാനം ഒരു സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം പോകുന്നത് മരിച്ച വീട്ടിലേക്കാണ്. അത്രയും അരഗൻ്റായിട്ട് ബസ്സിൽ പെരുമാറാൻ കാരണം എന്തുകൊണ്ടാണ്? വീട്ടിലൊരു അത്യാഹിതം നടന്നതുകൊണ്ടാണ്. സിനിമ കാണാറില്ല നിങ്ങളാരും? ഈ സിനിമ ഒന്നും കാണാറില്ല? ഓക്കെ. ഇപ്പം ജീവിതത്തിൽ എന്താണോ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അതാണ് എല്ലായിടത്തും നമ്മൾ കാണുക. നിങ്ങൾ സന്തോഷം കൊണ്ട് നടക്കുന്നവരാവണം. ബിക്കോസ് ലൈഫ് ഈസ് ടു ലിവ് ഇൻ ഫുൾ എൻജോയ്മെൻറ്റ്. LIFE. ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവ് ഇൻ ഫുൾ എൻജോയ്മെൻറ്റ്. അങ്ങനെ എൻജോയ് ചെയ്യണമെങ്കിൽ യു ആർ സ്റ്റുഡൻസ്, റൈറ്റ്? നിങ്ങളുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നതിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ലേ? എന്താ ചോദിക്കുക നിങ്ങൾ? ഐ വാണ്ട് സംബഡി. എന്താ ചോദിക്കുക? വാട്ട് ഡു യു ആസ്ക് ഹിം? എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഫാസ്റ്റ് എന്തെങ്കിലും തോന്നുന്ന പറയും. ഇല്ലാത്തതാണ് ചോദിക്കുക. ഇപ്പൊ ഹാപ്പിനെസ് ആയിട്ട് വേണം. എന്താ അറിയാന്നറിയോ? തദാസ്തു, അങ്ങനെ ആവട്ടെ എന്ന് പറയും. ഭഗവാൻ അങ്ങനല്ലേ? അപ്പൊ എന്ത് ചെയ്യും? എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ കാണാം. എവിടെയെന്നറിയോ? റോഡിലൊക്കെ നടക്കുന്നതാണ്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കണ്ടാവും. അവരെന്താ നമ്മൾ വിളിക്കുക? ഭ്രാന്തന്മാരെന്ന് വിളിക്കും. അങ്ങനെയൊന്നും ചോദിച്ചു പോരുത് കേട്ടോ. ചോദിച്ചാൽ കുടുങ്ങി, പിന്നെ ഭ്രാന്തായിട്ട് മാറും. എല്ലായ്പ്പോഴും ചിരിക്കാൻ പറ്റുമോ? ഇല്ല. ദുഃഖവും സുഖവും മാറി മാറി വരുമ്പോഴേ സുഖത്തിൻ്റെ രസം അനുഭവിക്കുള്ളൂ. അണ്ടർസ്റ്റുഡ്? പായസം വിളമ്പുമ്പോൾ തന്നെ അതിന് തൊട്ടടുത്തും അച്ചാർ വിളമ്പും. ഇതൊന്നും തൊട്ട് നക്കിയിട്ട് പായസം കുടിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. ഷുഡ് ഹാവ് ഇറ്റ്. യു ഷുഡ് ഹാവ് പെയിൻ. എന്ത് സുഖാന്നറിയോ ഇങ്ങനെ ചൊറിയാൻ? ആ ചൊറിഞ്ഞ് കഴിയുമ്പോൾ എന്താ വേദന ഉണ്ടാവുക? കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ വേദനിക്കുക. ആദ്യം സുഖം, പിന്നെ വേദന. ഇതൊക്കെ ലോകത്തിൻ്റെ ഭാഗങ്ങളാണ്. സോ യു ഷുഡ് നോട്ട്. എത്ര പേർക്ക് സന്തോഷം വേണമെന്ന് ആഗ്രഹമുണ്ട്? ഇത് പോട്ടെ, അത് തമാശക്ക് പറഞ്ഞതാണ്. സന്തോഷം വേണ്ട എന്നുള്ളവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ? ഹാപ്പിനെസ്. യെസ്, ബട്ട് ജസ്റ്റ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് ത്രൂ വാട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. എവ്രിബഡി വാണ്ട്സ് ഹാപ്പിനെസ്, ബട്ട് ഹാപ്പിനെസ് ത്രൂ
എന്തിന്? ഹാർഡ് വർക്കിന് ദർ ഹാസ് ടു ബി എ നെയിം. വാട്ട് ഈസ് യുവർ എയിം? നിങ്ങൾക്ക് എന്താ വേണ്ടത് ജീവിതത്തിൽ? ആർ യു ഇൻ ടു ലൈഫ് നൗ? ആർ യു ലിവിങ്? യു ആർ ഇൻ എ ജേർണി എന്നല്ലേ പറയാ? എന്ത് ജേർണിയിലാണ്? ദ ജേർണി ഓഫ് ലൈഫ്, റൈറ്റ്? ഇപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ് എവിടേക്കാ പോണതെന്ന്. വാട്ട് ഈസ് യുവർ എയിം? വാട്ട്സ് യുവർ എയിം? അറിയില്ല. നിങ്ങളൊരു ബസ്സിൽ കയറി കണ്ടക്ടർ ചോദിക്കുകയാണ് എവിടെയാ പോകേണ്ടതെന്ന്. അറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചോ, ഭഗവാൻ ഗെറ്റ് ഔട്ട് അടിക്കും. അടിക്കാത്തത് നിങ്ങളുടെ അടുത്ത് ഭഗവാൻ വരാത്തതുകൊണ്ടാണ്. യു മസ്റ്റ് ഹാവ് എ നെയിം. എന്തൊക്കെയാണ് മനുഷ്യന് വേണ്ടത്? എന്തിനാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത് ഈ കോളേജിൽ? പഠിക്കാൻ. എന്തിനാ പഠിക്കണത്? എന്തിനാ ജോലി കിട്ടണത്? അപ്പൊ ഇപ്പൊ ഒന്നും ജീവിക്കണില്ലേ? അല്ല, ഈ ജോലി കിട്ടിയിട്ടാണോ ജീവിക്കേണ്ടത്? എന്തിനാ ജോലി കിട്ടണമെന്ന് അറിയോ? റിട്ടയർ ആവാൻ. എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഡൈവേഴ്സ് ചെയ്യാൻ. ഡൈവേഴ്സ് ചെയ്യണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്ത് വേണം? കല്യാണം കഴിയണം. ജോലി കിട്ടണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണത്? പഠിക്കണം. എന്ത് പഠിക്കണം? എന്തെങ്കിലും പഠിക്കണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും. അത് മതിയോ? പിന്നെ എന്താ വേണ്ടത്? See, I'm telling, not you. Most of the people are aimless. If you don't have aim, you are in a bus without knowing where the bus is going. It's very, very dangerous. നിങ്ങൾ കൊമേഴ്സിൽ ചേർന്നത് എന്തുകൊണ്ടാണ്? അതാണ് കിട്ടിയത്. ഞാൻ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ MSW സ്റ്റുഡൻസ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിന് ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, വൈ ആർ യു ടു മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്? സർ, MBA കോസ്റ്റ് 10 lakhs, MSW 6 lakhs. Very simple, right? Whichever is cheaper, we opted that. Is it that what you want? See, I studied mathematics because I loved mathematics. Really, I loved mathematics. എൻ്റെ ബ്രദർ പറഞ്ഞിരുന്നു, യു ഷുഡ് ടേക്ക് മലയാളം ബിക്കോസ് ഐ വാസ് ഗുഡ് ഇൻ മലയാളം. ഞാൻ 10th and 12th ഒക്കെ പഠിക്കുന്ന സമയത്ത് അന്നത്തെ ഭാഷാഭൂഷണിലൊക്കെ കവിത എഴുതുന്ന ആളായിരുന്നു. സോ ഐ ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്, നോ. But I know that if I don't study mathematics, I can't study that. But if I don't do Malayalam or English, I can still study that. Because I was in mathematics, I could reach out into many subjects. അതൊരു വാശിയായിരുന്നു എനിക്ക് മാത്സ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം വേണം. എന്താ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് നെസസറിലി എ ലോങ് ടേം പെർസ്പെക്റ്റീവ്, ബട്ട് എ ഷോർട്ട് ടേം അറ്റ്ലീസ്റ്റ്. ഇപ്പം നിങ്ങൾ BSc ചേർന്നിട്ടുള്ള കുട്ടികൾ, BSc ആണോ BCom BA ഒക്കെ അല്ലേ നിങ്ങൾ കിട്ടുന്നത്? വാട്ട് ആർ യുവർ ഡിഗ്രീസ്? BA, BCom, BSc. എന്താണ് B? വാട്ട് ഈസ് ബാച്ചിലർ? മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടല്ലോ ബ്രഹ്മചാരി. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഹൻലാലാണ്. എന്താ ജെൻഡർ നോളജ് നോക്കൂ എൻ്റെ ഭഗവാനെ. ഏതെങ്കിലും സബ്ജക്റ്റ് ചോദിച്ചു കഴിഞ്ഞാലോ? ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർ യു ബ്രഹ്മചാരീസ്? നോ? യെസ്? എന്താ അർത്ഥം? ബ്രഹ്മചാരി ഇൻ കൊമേഴ്സ്, ബ്രഹ്മചാരി ഇൻ ആർട്സ്, ബ്രഹ്മചാരി ഇൻ ഇംഗ്ലീഷ്, ബ്രഹ്മചാരി ഇൻ മാത്തമാറ്റിക്സ് എന്നാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണ ഡിഗ്രി. അതിനാണ് നിങ്ങൾ ചേർന്നിരിക്കുന്നത്. ആരാവാനാ ചേർന്നിരിക്കുന്നത്? ബ്രഹ്മചാരികളാവാൻ ഇരിക്കുന്നവരാണ് ഇവരൊക്കെ. ഇവരൊക്കെ ബ്രഹ്മചാരികളാക്കണവരാണ് ഈ ബ്രഹ്മചാരം അല്ലാത്തവര്. എന്താണ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്നതാണ്. ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം. അത് ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്നതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം എവിടെ ചരിക്കണം, എവിടെ മൂവ് ചെയ്യണം? മാത്തമാറ്റിക്സിൽ, ഇംഗ്ലീഷിൽ, ഹിസ്റ്ററിയിൽ. ആൻഡ് ഇഫ് യു ഡു ദാറ്റ് ഇൻ 3 years ഫുൾ ടൈം തിങ്കിങ് ഓൺലി ദാറ്റ്, then you can become master of that subject later. You understood? So 3 years, don't think anything else other than whichever subject you are into. അത് ശരിക്കും ചെയ്തിട്ടുള്ള ഒരാളാണ്. After 23 years, I met my teachers back into my college. ഞാൻ BSc പഠിച്ച പയ്യന്നൂർ കോളേജിലാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് റെക്കോർഡഡ്. കള്ളത്തരം പറയാറില്ല, അനുഭവം മാത്രമേ പറയാറുള്ളൂ. 23 years കഴിഞ്ഞ് പോയ സമയത്ത് എൻ്റെ ടീച്ചർ ഞാൻ പ്രസൻറ്റ് ചെയ്ത നോട്ട് ബുക്ക് എടുത്ത് കാണിച്ചു തന്നു. ബിക്കോസ് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ഐ ഗേവ് മൈ നോട്ട് ബുക്ക് ആസ് മൈ ഗിഫ്റ്റ് ടു മൈ ടീച്ചേഴ്സ്. എന്താ പറയുക കാരണം? യു ഗോ ടു ലൈബ്രറി, ടേക്ക് ഓൾ ദ ബുക്സ് ഡ്യൂറിങ് ദറ്റ് ടൈം.
the whole problems are solved and written neatly and given as a gift to my teachers. കംപ്ലീറ്റ് പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ബുക്സിൽ ഏതൊക്കെ എക്സർസൈസിൽ എത്രയും ടഫായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ടോൾഡ് ഐ ഹാഡ് ഓൺലി സെക്കൻഡ് ക്ലാസ്, റൈറ്റ്? ഐ വാസ് 5th rank in the university when I passed out from BSc. And I was 2nd rank in MSc, 1st rank in MPhil. And I never stopped studying. And graduation, നിങ്ങളുടെ ആ സമയമാണ് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു ടേണിംഗ് പോയിന്റ് ആവുന്നു. ടേണിംഗ് പോയിന്റ് ആവരുത്. നിങ്ങൾ നല്ല വഴിയിലൂടെ പോകുന്നവരാണ്. ടേൺ ചെയ്ത് പോകണ്ട, നല്ല ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ അത് പോവാൻ അല്ലെങ്കിൽ സ്പീഡ് കുറക്കാൻ പോവാണ്ടിരിക്കാൻ ഒക്കെ പറ്റുന്നൊരു സമയമാണ് നിങ്ങളുടെ ഈ പ്രായം. ബിക്കോസ് യു ഹാവ് ലോട്ട് ഓഫ് ഡൈവേർഷൻസ്, യു ആർ നോട്ട് വെരി ഫോക്കസ്ഡ്, യു തിങ്ക് ദറ്റ് എഞ്ചിനീയറിംഗ് ഈസ് ബെസ്റ്റ്. ഐ ടെൽ യു നോ. തൗസൻഡ്സ് ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. 300 എഞ്ചിനീയറിംഗ് കോളേജസിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. മോർ ദാൻ 6 lakhs ഓഫ് സ്റ്റുഡൻസ് ആർ മൈ സ്ട്രെങ്ത്. എഞ്ചിനീയറിംഗ് കോളേജ് ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ പ്രൊഫസർമാർക്ക് ആ വിഷയത്തിൽ റിഫ്രഷ് കോഴ്സിൽ ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ, ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സയൻസും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും സിവിൽ എഞ്ചിനീയറിംഗിലും ഒക്കെ എടുക്കാറുണ്ട് ഞാൻ. നോട്ട് ബിക്കോസ് ഐ എം എൻ എഞ്ചിനീയർ, ബിക്കോസ് ഐ എം എ സയൻസ് സ്റ്റുഡൻറ്റ്. നമ്മൾ ഏത് വിഷയമായാലും ഇപ്പം നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ ബി ഓൺ ദ ടോപ്പ് മോസ്റ്റ്. ഇപ്പോൾ ലാംഗ്വേജസ് പഠിച്ചത് കൊണ്ട് ഡസൻറ്റ് മീൻ ദറ്റ് യു ആർ നോട്ട് ടെക്നിക്കലി ഗുഡ്. മൾട്ടിമീഡിയ ലേണിംഗ്, സെൻറ്റ് തെരേസാസിലെ ഡോക്ടർ ലത ഹാപ്പൻ ടു മൈ ബി സ്റ്റുഡൻറ്റ് ബിക്കോസ് ഐ വാസ് ടീച്ചിങ് ഹെർ ഹൗ ടു യൂസ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ടീച്ചിങ് ടെക്നോളജി. ആ കോഴ്സിൽ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആയിട്ടുള്ളത് ലതയായിരുന്നു. സോ യു കുഡ് ബിക്കം എ കമ്പ്യൂട്ടർ സാവി, യൂസ് ഇറ്റ് ഫോർ ബെസ്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ വിത്ത് യു. സ്റ്റഡി ഒറ്റൊരു കാര്യമല്ല, നിങ്ങളുടെ എഫേർട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇപ്പോൾ ഈ ശ്ലോകം പറഞ്ഞ സമയത്ത് കുറച്ചെങ്കിലും ചെല്ലാൻ പറ്റിയില്ലേ? യു ഗോ ബാക്ക് ടു യുവർ ഹോം, ആസ്ക് യുവർ പാരൻസ്, ബൈ ഹാർട്ട് ദിസ്, ചാലഞ്ച് ദം. ഒരു 10 പ്രാവശ്യം ചൊല്ലിക്കൊടുക്കും. പറ്റുമോ അവർക്ക്? നിങ്ങളുടെ പാരൻസ് മസ്റ്റ് ബി അറൗണ്ട് 35-40 ആ ഏജിലാവണ്ടേ അല്ലേ? ഓക്കെ, 45, എബവ് 40 ഓർ ബിലോ 50 ആ ഏജിലാവും. ട്രൈ. നിങ്ങളിപ്പോൾ പഠിക്കണം ഒരു മലയാളം സിനിമാ പാട്ടായാലും ഹിന്ദി പാട്ടായാലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ബൈഹാർട്ട് പഠിക്കണം എന്ന് വിചാരിക്കും. അതൊന്ന് അവരോട് പഠിക്കാൻ പറഞ്ഞാട്ടെ. പറ്റുമോ അവർക്ക്? ആർക്കാ പെട്ടെന്ന് പറ്റുക? നിങ്ങൾക്ക്. കാരണം ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ ഈ ഏജിലുള്ളവരാണ്. യു ക്യാൻ ലേൺ എനിത്തിങ്. കാരണം ഇൻ്റലക്ച്വലി മോസ്റ്റ് വൈബ്രൻറ്റ്. നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് ഇഫ് ഐ ഡിഡ് നോട്ട് സ്റ്റഡി ഡ്യൂറിങ് മൈ BSc ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് ലോസ്. പക്ഷെ ചെറുപ്പത്തിൽ കുറേ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പഠിച്ചത് വേറെ എന്തെങ്കിലും വന്നാൽ മാത്രം. വേറെ എന്തെങ്കിലും വെച്ചാൽ വീട്ടിലിരുന്ന് രാത്രി ശ്ലോകങ്ങൾ ചെല്ലാൻ പറയും, അതൊക്കെ ഇരുന്ന് ബൈഹാർട്ട് പഠിക്കും. പക്ഷെ അന്ന് പഠിക്കുന്ന സമയത്ത് ആലോചിച്ചിട്ടില്ല ഇത് ഗുണമുണ്ടോ ഇല്ലയോ എന്നൊന്നും. ഈ സ്കൂൾസിൽ പഠിക്കുന്ന സമയത്തും കുറേ പഠിക്കും, പ്രോസുകളൊക്കെ ബൈഹാർട്ട് പഠിക്കുമായിരുന്നു, വെറുതെ ഇങ്ങനെ പഠിക്കും. പക്ഷെ അങ്ങനെ കുറേ വേർഡ്സ് പഠിച്ചു വെച്ചത് കൊണ്ടാണ് പിന്നെ മെമ്മറി ഓൾറെഡി ഫോർമാറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഉണ്ട്, കുറേ അലോക്കേഷൻസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദെൻ വി ക്യാൻ റീഫിൽ ഇറ്റ്. സോ സ്റ്റഡി എനിത്തിങ്, ഡസൻറ്റ് മാറ്റർ വെദർ ഇറ്റ് ഈസ് എ ശ്ലോക ഓർ എ പോയട്രി ഓർ എ ഫിലിം സോങ് ഓർ എനിത്തിങ് വിച്ച് യു ലൈക്ക്. യു ഹാവ് ടു ബിക്കം നോട്ട് എ വൈൽഡ് റീഡർ എന്ന് ഞാൻ പറയാം. വൈൽഡ് റീഡർ ആവണമെന്ന് പറയാം. എന്ത് കിട്ടിയാലും വായിക്കണം. ഞാൻ ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് അടക്കം വായിക്കും. കാരണം അഡ്വർടൈസ്മെൻറ്റ്സ് മാത്രം വെച്ച് ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ഐ പിക്ഡ് അപ്പ് ഓൺലി 1 month അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് ദെൻ ഗേവ് എ ക്ലാസ് ഓൺ ലൈഫ്. ജീവിതത്തെക്കുറിച്ചുള്ളൊരു ക്ലാസ് LIC ട്രെയിനിങ് സെൻറ്ററിൽ. ആൻഡ് ഐ ഗോട്ട് 35,000 rupees ഫോർ ഹാഫ് ഡേ പ്രോഗ്രാം. വെറും അഡ്വർടൈസ്മെൻറ്റ്. അത് മാത്രമായിരുന്നു സ്ലൈഡ്. So we could do, what I'm saying is teaching mathematics I never earned money, but teaching life skill, soft skill, communicating, interpersonal relationship, so ഈ സബ്ജക്റ്റ് എടുത്തിട്ട് we make a lot of money. പക്ഷേ ചെയ്യുന്ന കർമ്മം എങ്ങനെ ചെയ്യണം? 100% പെർഫെക്റ്റ്. അതിൽ ഒരു ദാക്ഷിണ്യം പാടില്ല. നല്ല ലക്ഷ്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. There are 6 qualities required for you, not for me, at your level. There are 6 qualities required for you. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ഷഠേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയത്. അപ്പോൾ ഭഗവാൻ നമ്മുടെ പിന്നാലെ വരും. നമ്മളെവിടെ പോണ്ട? ഞാൻ ചോദിച്ചല്ലോ നേരത്തെ, ഭഗവാൻ വന്ന് ചോദിക്കും എന്താ വേണ്ടതെന്ന്. നമ്മൾ ഭഗവാനോട് ചോദിക്കും എന്താണോ എൻ്റെ പിന്നാലെ നടക്കണേ, തനിക്ക് എന്താ വേണ്ടതെന്ന്. അങ്ങനെ ചോദിക്കാനൊരു അവസ്ഥ ഉണ്ടായി എങ്ങനെ ഇരിക്കും? വാട്ട് ഈസ് ദറ്റ് യു വാണ്ട്? വൈ ആർ യു ബിഹൈൻഡ് മീ? ഗോഡ് വിൽ കം ആൻഡ് സപ്പോർട്ട് യു. എന്തൊക്കെ ഉണ്ടാവണം നിങ്ങൾക്ക്? ഉദ്യമം. എന്താണ് ഉദ്യമം? എൻ്റർപ്രൈനർഷിപ്പ്.
ഇന്നത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവണം. വേണ്ടേ? അതെവിടെയാണ് വരുന്നത്? മനസ്സിൽ. ഉദ്യമം, സാഹസം, ജമ്പ് ഇൻ ടു ആക്ഷൻ. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും കുറേ പേര്, എനിക്ക് സിനിമാ നടിയാവണം, എയർ ഹോസ്റ്റസ് ആവണം, അല്ലേ, എനിക്ക് കളക്ടർ ആവണം, എനിക്ക് സർവൻ മെയ്ഡ് ആവണം, എന്തൊക്കെ ആഗ്രഹിക്കാം അല്ലേ? ഏതൊരു സിനിമയില്ലേ, ഒരു കുട്ടി കോളേജിൽ പഠിക്കുന്ന കുട്ടി സർവൻ മെയ്ഡായിട്ട്. ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ആൾ നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ഞാനാവും കേട്ടോ. എല്ലാ സിനിമയും കാണും. കാരണം ഐ എം ഇൻ ടു ഫിലിം ഫീൽഡ്. ഐ എം ഓൾസോ എ പ്രൊഡ്യൂസർ. ഐ ഓൾസോ റൈറ്റ് സ്റ്റോറീസ് ഫോർ ആൻഡ് ഐ എം ഓൾസോ ജേർണലിസ്റ്റ് ഫോർ ഫിലിംസ്. എൻ്റെ ഈ വേഷം കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. ഐ വാസ് വൺ ഓഫ് ദ ഇൻവൈറ്റി ഇൻ ഒമാൻ by Oman government during their film festival. You want to know the rest of the 4 people out of 5? One is me, Amitabh Bachchan, Sanjay Dutt, Rasool Pookutti, Major Ravi, Dr. Shashi Kumar. ജീവിതത്തിൽ വേണ്ടത് ഉദ്യമം, പ്ലാനിങ് വളരെ എളുപ്പമാണ്. ബട്ട് ഇഫ് യു ഡിസൈഡ് ഐ ആം ഗോയിങ് ടു സീ ദറ്റ് ഇറ്റ് ഹാപ്പൻസ്, സാഹസം, അതിനുള്ള ആക്ടിവിറ്റിയാണ് ജമ്പ് ഇൻ ടു ആക്ഷൻ. ഉദ്യമം, സാഹസം, ധൈര്യം. അതിനെന്ത് വേണം? ധൈര്യം വേണം. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി. ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഇല്ലാത്തവർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ ഞാനെന്തിനാ എക്സ്പ്ലെയിൻ ചെയ്യണേ? ശക്തി, പരാക്രമം. എന്താ പരാക്രമം? മലയാളത്തിലെ പരാക്രമമല്ല, സംസ്കൃതത്തിലെ പരാക്രമമാണ്. കാരണം ഞാൻ പോകുന്ന സമയത്ത് ഡോക്ടർ കാല് വെച്ചെന്നെ താഴത്തിട്ടു എന്ന് വിചാരിക്കുക. വീഴാണ്ട് രക്ഷയില്ല, കാരണം എന്നെ താഴത്തിടാൻ വേണ്ടിയിട്ടാണ് കാല്. അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്രതീക്ഷിതമായിട്ട് വന്നിട്ടുള്ള പ്രശ്നമാണ്. എന്ത് ചെയ്യും? ഞാൻ താഴെ വീഴും. വീണാൽ എന്ത് ചെയ്യണം? വീണാൽ വീഴട്ടെ, വീഴാത്തവൻ ഉലകിലവൻ വീണു മണ്ണിൽ കിടക്കും, നാണക്കേടാണ് ഒഴിക്കേണ്ടത്, പൊടിപുരളും മുമ്പ് എഴുന്നേൽക്കണല്ലോ. പട്ടയെന്ന് പറഞ്ഞ് എഴുന്നേക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അയാളെ പിടിച്ച് നിലത്തിട്ട് ചവിട്ടിക്കൊള്ളണം. ഏത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ആ പ്രശ്നത്തെ എന്ത് ചെയ്യണം? നമ്മൾ ഫേസ് ചെയ്യണം. പക്ഷെ ഫേസ് ചെയ്തിട്ട് കരഞ്ഞോണ്ടിരിക്കണോ? എന്ത് ചെയ്യണം? അടിച്ച് തെറിപ്പിക്കണം. അതാണ് പരാക്രമം. ഉദ്യമം എന്ത് ചെയ്യണം? മോനെ ഇത് ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറയല്ലോ, അമ്മ പറയില്ലേ, അത് ചെയ്യരുത്, ഞാൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സിനിമക്ക് പോരുത്, ഞാൻ പോവും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അങ്ങനെ ധൈര്യം വേണം. അതല്ലെങ്കിൽ പിന്നെ പ്ലാൻ ചെയ്യരുത്. യു അണ്ടർസ്റ്റുഡ്? മനസ്സിന് എന്താണോ തോന്നുന്നത് അത് ഒട്ടനെ ചെയ്യണം. ഒരു മടിയില്ലാതെ ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം. ഉണ്ടോ ധൈര്യം? അങ്ങനെ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം? ഈ മനസ്സിന് തോന്നുന്നത് നാളെ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നതാവും പലപ്പോഴും, അല്ലേ? അങ്ങനെ തോന്നാത്ത മനസ്സുണ്ടാക്കി എടുക്കണം ആദ്യം. യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്? നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. മിർച്ചി ബജ്ജി എന്ത് ടേസ്റ്റാ, അല്ലേ? പക്ഷെ അത് കഴിച്ചാൽ പിറ്റേ ദിവസം എന്തായാലും സ്റ്റൊമക്ക് പ്രോബ്ലം വരും. അപ്പോഴാലോചിക്കുക അയ്യോ കഴിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇന്നലെയുള്ള ടേസ്റ്റാണ് നാളെ എന്തുണ്ടാക്കുക? പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചാടാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഈ പ്രായമാണ്. സോ ബി കെയർഫുൾ. ഡോണ്ട് എവർ ജമ്പ് ഇൻ ടു സച്ച് ട്രബിൾസ് ഇൻ ലൈഫ്. ത്രൂ ഔട്ട് യുവർ ലൈഫ് യു വിൽ സഫർ. അയ്യോ വേണ്ടായിരുന്നു, അയ്യോ വേണ്ടായിരുന്നു, അങ്ങനെ തോന്നുന്നതാണോ ലൈഫ് വേണ്ടത്? And if something happens unforeseen, is there anything unforgettable? ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല എന്നാണ് ഞാൻ പറയാം. You know why are you thinking about troubles in your life? Because you have nothing else to do. മൻമോഹൻ സിംഗിൻ്റെ ഭാര്യ മൻമോഹൻ സിംഗിനോട് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുക രാവിലെ. അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന് രാവിലെ കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റിൽ ഉപ്പില്ല എന്ന് പറഞ്ഞു. അത് അവരെല്ലാം ഉണ്ടാക്കണത് പോട്ടെ. ഇനി അതെന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞു തന്നിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും അയാൾ. സമയമുണ്ടോ അതിന്? നമ്മളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം? വേറെ പണിയൊന്നുമില്ല, ഇല്ലേ? വീട്ടിൽ ഇവിടെ ഒരു ഗ്ലാസ് വെച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾ അറിയാതെ പോണ സമയത്ത് കൈ തട്ടിയ താഴെ വീണു. അമ്മ എന്ത് പറയും? ഉണ്ട കണ്ണി, 2 കണ്ണിൽ എന്നിട്ട് കാണില്ല തനിക്ക് എന്ന് പറഞ്ഞ വഴക്കൊക്കെ പറയും. എന്താ കാരണം? അമ്മക്ക് വേറെ പണിയൊന്നുമില്ല. അമ്മ ഭയങ്കര ബിസി ആയിട്ട് ഓഫീസിൽ പോകാനുള്ള ഒരാളാന്ന് വിചാരിക്കുമോ? എന്ത് പറ്റും? ഇത് മൈൻഡ് ചെയ്യോ? ബൈ ചാൻസ് അമ്മയുടെ കയ്യാ തട്ടി താഴെ വീണെന്നിരിക്കും. ഇത് ആരെ ഇവിടെ കൊണ്ടച്ചോന്ന് ചോദിക്കും. ഒട്ടനെ പ്ലേറ്റ് മാറ്റും കേട്ടോ. എന്ത് ബുദ്ധിയാണെന്നറിയോ? പ്രസൻസ് ഓഫ് മൈൻഡ് 100% ഉള്ളവരാണ്. എന്നാൽ ആവശ്യങ്ങൾക്കുണ്ടോ? അതൊന്നുമില്ല താനും. ഇനി ബൈ ചാൻസ് ഇത് സംഭവിച്ചത് നിങ്ങളുടെ ഒരു മാരേജിൻ്റെ ദിവസമാണെന്ന് വിചാരിക്കും. യു ആർ ഗെറ്റിംഗ് മാരീഡ് ഓൺ ദാറ്റ് ഡേ ഇറ്റ്സ് ഹാപ്പൻഡ്. അമ്മ എന്ത് പറയും?
സാരില്ല മോളെ, ഒരു പ്രോബ്ലം, ഗ്ലാസ് അല്ലേ താഴെ വീണാ പൊട്ടണ്ടേ. അതാണെങ്കിൽ എൻ്റെ പണ്ടാരക്കാലം എന്നെ കല്യാണം കഴിച്ച് അന്ന് കിട്ടിയ സാധനമാണ്. ഇത് ആരാ പൊട്ടിക്കാൻ നോക്കിയിരിക്കുക അടുത്തൊന്നും മേടിക്കാൻ? ഇല്ലേ, 30 കൊല്ലായി ഇവിടെ ഇതിനകത്ത്. ഇത് കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരും പഴയ സംഭവം. അടുത്ത കാലത്ത് ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ അച്ഛൻ്റെ പേരെന്ന്? പണ്ടാരക്കാലെന്ന്. അമ്മയുടെ പേരെന്ന്? മൂദേവിന്ന്. എന്താ വെച്ചാൽ അങ്ങനെ അന്യോന്യം വിളിക്കണേന്ന്. See, life is what we make. Do you want your house to be so happy, enjoying, thrilling, so that you will really miss when you don't have it? You do want that? Show your presence, your absence will be felt. നിങ്ങളുടെ പ്രസൻസ് കാണിക്കണം. എങ്ങനെ കാണിക്കണം? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. പക്ഷെ ആ പരാക്രമമൊക്കെ കാണിക്കുന്ന സമയത്ത് പറയണം, എൻ്റെ മകളുണ്ടല്ലോ ഓഗസ്റ്റ് 1-ാം തീയതിക്ക് ശേഷം എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇതാ രാവിലെ എഴുന്നേക്കണു, ചായ ഉണ്ടാക്കി കൊണ്ടുതരണു. അച്ഛനും അമ്മയൊക്കെ ചായ വേണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ? നിങ്ങൾ എത്ര പേരുണ്ട് രാവിലെ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളവർ? ഗുഡ്, വളരെ കുറവേ ഉള്ളൂ. പോരാ. അതേതാ, ഒരു ദിവസം അല്ല, എല്ലാ ദിവസവും? എവറി ഡേ. ഓക്കെ, വെരി ഗുഡ്, വണ്ടർഫുൾ. എത്ര മണിക്കാണ്? 9:30. 4 o'clock. ഗുഡ്. ഇപ്പം രാവിലെ എഴുന്നേക്കാൻ മടിയില്ലാത്തവർ എത്ര പേരുണ്ട്? ഗുഡ്, വണ്ടർഫുൾ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക കിച്ചണിൽ. ഡു യു തിങ്ക് ഹെൽപ്പിംഗ് അറ്റ് ഹോം ഈസ് ബാഡ്? ഡസ് ഇറ്റ് make you to not have time for studies? I started learning cooking, or I started cooking when I was in 7th class. I started doing business when I was in 9th class. I left my studies, started doing stationery and footwear shop. കച്ചവടം തുടങ്ങിയ ആളാണ് എൻ്റെ നാട്ടിൽ. I started driving taxi, ജീപ്പ് ഓടിച്ചു തുടങ്ങിയത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. So doing job doesn't mean that you are not going to be a good learner, and that's practical experience, right? നിങ്ങളുടെ പ്രായത്തിലൊക്കെ 40 സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണം. അന്ന് ടി വി ഇല്ല. ഒരു മാസം 40 സിനിമ കാണുന്നു. അത്രയും ക്രേസിയാണ്. പൈസ ഇല്ല, പൈസ വേണ്ട എനിക്ക്, കാരണം എൻ്റെ ബ്രദർ ഹാസ് എ തിയേറ്റർ, സോ ഐ ഹാവ് ഫ്രീ പാസ്. പൈസ ഇല്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ദർ വാസ് എ ടൈം when I didn't had money to pay to the bus. I walked nearly 25 kilometers to reach back home. ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൈസ ഇല്ലാത്തത് കൊണ്ട് തലയിൽ ചാക്കെടുത്തിട്ട് ജീപ്പിലിട്ടിട്ട് 50 പൈസ കൂലി മേടിച്ചിട്ടുണ്ട് ഞാൻ. And I belong to a family which is much richer than any one of your families, I challenge. Because my mother had 1 lakh acres of land. ഒരു ലാൻഡ് ലോർഡിൻ്റെ മകനാണ് ഞാൻ. ഒന്നുമില്ലാതെ പോയ ആളാണ്. അത് കഴിഞ്ഞിട്ട് when my mother died, she had only 20 cents of land. Rest of the things are given free to people. ഈ തെക്ക് ഭാഗത്ത് നിന്ന്, കോട്ടയത്ത് നിന്ന് വരുന്ന എല്ലാ കുടിയടപ്പുകാർക്കും ഫ്രീ ആയിട്ട് ലാൻഡ് കൊടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾ. വി ഗേവ് ലാൻഡ് ടു ചർച്ച് ഫോർ എ ഡബ്ബ ഓഫ് വീഞ്ഞ്. ആ വീഞ്ഞിൻ്റെ ആ ഡബ്ബയിൽ അവസാനം എനിക്ക് ഓർമ്മയുണ്ട്, കൊത്തമല്ലി ഇട്ട് വെക്കും ഞങ്ങൾ. ആ ഒരു ഡബ്ബക്ക് വേണ്ടിയിട്ടാണ് ഒരു 6 acres അങ്ങാണ്ട് ചർച്ചിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. But never felt bad about it, because I had and I left it. When you don't have, you starve. When you have it and you don't eat, it is called വ്രതം. അല്ലേ? ഉപവാസം എന്നൊക്കെ പറയണത് എന്താ? ഉണ്ടായിട്ട് കഴിക്കാണ്ടിരിക്കണതാണ് എന്ത് നമ്മൾ പറയാ? ഉപവാസം എന്ന് പറയാം. അത് നല്ലതാണോ മോശമാണോ? നല്ലതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദേവപ്രീതി കിട്ടാൻ. പക്ഷെ വിശന്നിട്ട് ഭക്ഷണം കിട്ടാത്തവനെ നമ്മൾ അങ്ങനെ പറയുമോ? ഉപവസിക്കുന്ന ആളാണെന്ന് പറയുമോ? അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കുറേ പേര് ഉപവസിക്കുന്നുണ്ട്. അവരൊക്കെ ദൈവപുത്രന്മാരായിട്ട് നന്നാവണ്ടേ? അവർ പറയില്ല. കാരണം ബിക്കോസ് ദേ ആർ സ്റ്റാർവിങ്, റൈറ്റ്? സോ വാട്ട് യു വാണ്ട് ഇൻ ലൈഫ്, യു ഷുഡ് ഹാവ് ആൻഡ് യു മസ്റ്റ് ഗിവ് ടു പീപ്പിൾ. ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ്, യു കോണ്ട് ഗിവ്, റൈറ്റ്? സോ വാട്ട് ഈസ് ദാറ്റ് ഐ ക്യാൻ ഗിവ് നൗ? ഏറ്റവും നല്ല ദാനം എന്താണ്? നോളജ്. അന്നദാനം പരം ദാനം, വിദ്യാദാനം അതത്പരം. ഏറ്റവും നല്ല ദാനം അന്നദാനാണെന്നാണ് പലരും പറയുക. വിദ്യാദാനം അതത്പരം. അന്നേന ക്ഷണികാ തൃപ്തിഹി. തൽക്കാലമൊക്കെ സാറ്റിസ്ഫൈഡ് ആവും. യാവത് ജീവം ച വിദ്യയ. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല നിങ്ങൾ ഈ ക്ലാസ്. മറക്കുമോ? ശ്രമിച്ചു നോക്കും, പറ്റില്ല.
Because the knowledge which is given and which goes deep into your heart cannot be erased. Very difficult. അത് erase ചെയ്യാൻ പറ്റില്ല. And I was gifted to be a student of stalwarts in this country. I was a student of physics. നർലിക്കറിന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? Astrophysics, the topmost man. I listened to Yashpal. I listened to Gavarikar. അങ്ങനെ കുറേ പേരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അവരുടെ ക്ലാസ്സുകളിലൊക്കെ പോയിരിക്കും. എന്ത് രസമായിരുന്നു പറയുന്നതൊക്കെ. When I was doing my PhD in mathematics in Bangalore, അന്ന് VR കൃഷ്ണയ്യരൊക്കെ അവിടെ നാഷണൽ ലോ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് I used to skip my assignment or activity there and then go and sit in front of him to listen to him. അങ്ങനെ ലോയും പഠിച്ചത് അങ്ങനെയാണ്. I got inspired from those stalwarts. VR കൃഷ്ണയ്യരുടെ ക്ലാസ്സിലൊക്കെ കുറേ കൊല്ലം മുമ്പ് ഇരിക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കും. നിങ്ങളുടെ പ്രായമൊക്കെ അല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. ഏകദേശം ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ സമയത്ത് law school started, and most of the time when there is a guest lecture, you go and sit there. Because in a guest lecture, what you get is which you can't get in textbooks. You understood? So if you are gifted with lot of lectures, listening, and today it's very simple and easy because you can go to internet, listen to YouTube, right? How many of you listen to serious activities and internet? Spend your time for learning. There is another book, Life Made Simple. That's a book which came out of ഫേസ്ബുക്കിൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഓർക്കുട്ട് എന്ന് പറഞ്ഞിട്ടൊരാൾ അല്ലേ. ആ കാലത്ത് 4 മണിക്കൂറോളം ഇൻ്റർനെറ്റിൽ സ്ഥിരമായിട്ട് ചിലവഴിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി തുടങ്ങിയിട്ടുള്ളതാണ് എന്ത്, ഓർക്കുട്ടിലുള്ള ആ ഒരു ഡിസ്കഷൻ. ദാറ്റ്സ് കോൾഡ് വാട്ട്, philosophical discussions in Orkut, questions and answers. So anything which you do, even if you are spending time on internet, use it for better purpose. 100% sincere. Are you 100% sincere? Ano? Just clap once. No, clap ചെയ്യും. ശരി, stop. പോരാ, ശരിക്ക് ക്ലാപ്പ് ചെയ്യും. Stop. ഇപ്പം 100% ചെയ്തു നിങ്ങൾ. I will give you 5 marks. Did you do it 100? How many of you are sincerely clapping now? എത്ര പേരുടെ കൈ ചോന്നിട്ടുണ്ട്? ഇല്ല. No. With 1 finger can you clap? 1 finger. Fast at 2 fingers. ഇപ്പോഴാണ് ശരിക്കും മഴ. 3 fingers. 4. Not enough. Louder. 5. ശരിക്കും. Stop. പച്ചൊന്നു. ബ്ലഡി ഫൂൾ എന്ന് പറ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ ബ്ലഡി ഫെലോ എന്ന് പറ. Is it reddish? Lift your hands like this. Hold it like this. Rub your eyes. Feel energetic. Did you do it 100% sincerely when I asked you to do it first time? Why? Because you are lazy. നമ്മൾ പലതും ഇപ്പം പഠിക്കണു, 100% സിൻസിയറായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം? പഠിക്കൂ. അസൈൻമെൻറ്റ്, ക്വസ്റ്റ്യൻ, മാർക്ക് ഒക്കെ വരുമ്പോഴേ പഠിക്കുള്ളൂ. ഡു യു ഡു ഇറ്റ് വിത്ത് ഫുൾ ഇൻട്രസ്റ്റ് ആൻഡ് വിഗർ? എൻജോയ് യുവർ സെൽഫ് ഡൂയിങ് ഇറ്റ്. ആൻഡ് ഇഫ് യു ഡു ഇറ്റ്, ദാറ്റ് വിൽ ബിക്കം ദ ബെസ്റ്റ് ഔട്ട്പുട്ട്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഡു ദാറ്റ്, യു മസ്റ്റ് ഹാവ് ഹയസ്റ്റ് ആസ്പിറേഷൻസ് ഇൻ ലൈഫ്. ഡ്രീം ഹൈ, ദ ടോപ്പ് മോസ്റ്റ്. എവിടെ എത്തണം ജീവിതത്തിൽ? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഹയസ്റ്റ് നോളജ്. പിന്നെന്താ വേണ്ടത്? ഹയസ്റ്റ് ഫെയിം. പിന്നെന്താ വേണ്ടത്? ഹയസ്റ്റ് മണി. ഇഫ് ഓൾ ദീസ് 3 ആർ വിത്ത് യു, യു വിൽ ബിക്കം ദ ബെസ്റ്റ്, ഹാപ്പിയസ്റ്റ് പേഴ്സൺ. സോ വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ഇൻ ലൈഫ്? നോട്ട് ജസ്റ്റ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഫിൽഡ് വിത്ത് ഫെയിം, ഹാപ്പിനെസ് ഫിൽഡ് വിത്ത് ലേണിംഗ്, ഹാപ്പിനെസ് ഫിൽഡ് വിത്ത് മണി. ഇത് നിങ്ങൾക്കുണ്ടായാൽ യു വിൽ ബിക്കം ദ ഹാപ്പിയസ്റ്റ്. So close your eyes. Think what are all I told you so far. എന്താ പറഞ്ഞോന്നൊന്ന് ആലോചിക്കും. Enough. Just share what you learned to your friends who is sitting beside. എന്താണ് ഇപ്പം കേട്ടതെന്ന് അടുത്തിരിക്കുന്ന ആളോട് 1-2 പോയിന്റ്സ് പറഞ്ഞു നോക്കൂ.
നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റിയോ? That means you grasped something, right? Is there anyone who want to share one point? Only one point you can tell, not 2 points. Only one point. നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇപ്പം ഇത്രയും കേട്ടതിൽ ഒരു പോയിന്റ് പറയാൻ പറ്റുന്നവർ ഓടി വരിക. കം ഫാസ്റ്റ്. ഈ പോയിന്റ് വേറെ ആരും പറയരുത്. If somebody else can tell some other point, only one point. Right. So to be sincere. എല്ലാവരും കേൾക്കണം. To be sincere is the point that I got, and what to say. നമ്മളെല്ലാവരും നമ്മളുടെ എല്ലാ പ്രവൃത്തികളിലും ഒരിക്കലും ആത്മാർത്ഥമായി ചെയ്യുന്നവരല്ല. ഇവിടെ സാറ് നമ്മളോട് ക്ലാപ്പ് ചെയ്യാൻ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിഡ്. പക്ഷേ അതൊരിക്കലും സാറ് വീണ്ടും നമ്മളോട് മഴ വാട്ട് ഫീൽ ദാറ്റ്. താങ്ക് യു സാർ. ആൻഡ് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അതിലേക്ക് ഇൻവോൾവ് ആയി നമ്മളുടെ ഏറ്റവും ബെസ്റ്റ്, മൈ ലെവൽ ബെസ്റ്റ് എന്നുള്ളൊരു ആഗ്രഹത്തിൽ കൂടി എനിക്ക് മാത്രമല്ല എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ എൻ്റെ സൊസൈറ്റിക്ക്, എൻ്റെ വേൾഡിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ബട്ട് വിത്ത് ഓൾ മൈ എഫേർട്ട്, എൻ്റെ എല്ലാ എഫേർട്ടോടും കൂടി. ആൻഡ് ഐ വോണ്ട് ടു സേ സംതിങ് മോർ. സാർ ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് ആരാകാൻ ആഗ്രഹമുണ്ടെന്ന്. എനിക്ക് അവിടെ നിന്ന് പറയണം എന്നുണ്ടായിരുന്നു. ബട്ട് ലെറ്റ് മീ സേ ഇറ്റ് നൗ. കുറച്ച് മുമ്പ് ഞാനത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്നോട് ആരാകണമെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു പടം വരയ്ക്കും. അതിൽ ആദ്യമേ കണ്ണ് വരയ്ക്കും. നെക്സ്റ്റ് വരച്ചു തുടങ്ങുമ്പോൾ ഓഡിയൻസ് പറയുന്നു അത് ഗാന്ധിയാണ്. നെക്സ്റ്റ് വീണ്ടും വരയ്ക്കുന്നു, അത് ജവഹർലാൽ നെഹ്റു ആണ്. എഗെയിൻ ഐ എം ഡ്രോയിങ് ഇറ്റ്സ് ആൻഡ് ഓഡിയൻസ് ഇസ് സേയിങ് ഇറ്റ്സ് APJ അബ്ദുൽ കലാം. ആൻഡ് ഐ വാണ്ട് എന്നെ എങ്ങനെ ലോകം കാണണമെന്ന് അത് അവരുടെ കണ്ണ് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ലിപ്സ് വരെ ആകുമ്പോൾ അറിയണമെങ്കിൽ എൻ്റെ ഒരു 3/4 ഭാഗത്തോളെങ്കിലും ഞാൻ വരയ്ക്കുമ്പോൾ ഇത് ആദിലയാണ് എന്ന് പറയാൻ ഈ ലോകത്തിനാകുമെങ്കിൽ അങ്ങനെ എനിക്ക് ആകണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആൻഡ് ബ്ലെസ് മീ സർ ഫോർ ഓൾ. See, there is a small book, Life Made Simple. അതിനകത്ത് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ആരാവണം എന്ന് ചോദിച്ച സമയത്ത് ഇതേ ആൻസർ പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം മഹാത്മാ ഗാന്ധി ബാജ്പേയി. ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് somebody asked me, who do you want to be? I said, I want to become a big Shashi Kumar. You understood? Because our aspirations makes, ഇതൊക്കെ വായിച്ചിട്ട് നമ്മളൊരു ഡ്രീം ഉണ്ടാക്കും, എനിക്ക് ഇങ്ങനെയൊക്കെ ആവണം. നമുക്ക് അങ്ങനെ ആവാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ആയി എന്ന് വിചാരിക്കുക. അപ്പം എന്ത് തോന്നും? നമ്മുടെ ഡ്രീം നമ്മൾ കുറച്ചും കൂടി വലുതായി മാറും, ഇല്ലേ? അങ്ങനെ ആയി മാറട്ടെ. God bless you. Next, anybody else? ഒരു പോയിന്റ് which you like. Come, jump and come. Right. ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ പറയായിരുന്നു പോവായിരുന്നു എന്നൊക്കെ തോന്നും. നെവർ. ഡോണ്ട് മിസ്